ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. അമ്മേ വരൂ. അമ്മേ ഇരിക്ക്. ഓ വേണ്ട വേണ്ട. എന്താ നന്ദ? അമ്മേ ഇനി വന്നേ. എന്താ നന്ദ? ഇതാരാ? ഇത് അയ്യപ്പൻ. ഇയാൾക്ക് തുണിക്കച്ചവടമാണ് തൊഴില്. ഇരിക്കൂ. വേണ്ട, ഞാൻ നിന്നോളാം. ഇരുന്ന് സംസാരിക്കാം. വീടുകളിലൊക്കെ പണ്ട് തുണിയും കൊണ്ടുവരുന്ന ആൾക്കാരുണ്ടായിരുന്നില്ലേ, ആ. അതുപോലെ ആ. ഇപ്പൊ എല്ലാരും കച്ചവടം നിർത്തി. ഓ. ഇയാള് തുടരുന്നുണ്ട്. അല്ല, ഇയാളെ എന്തിനാ ഇപ്പൊ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവന്നേ? നമ്മൾ അന്വേഷിക്കുന്ന ഒരു പെൺകുട്ടിയില്ലേ, ഗുരുജി പറഞ്ഞ പെൺകുട്ടി, ഇയാൾക്കത് കണ്ടുപിടിക്കാൻ പറ്റുമെന്നൊരു തോന്നല്. പണ്ട് കളരിക്കൽ കുടുംബത്തിനെ ശപിച്ചുപോയൊരു തിരുമേനി ഉണ്ടല്ലോ, അദ്ദേഹത്തിന്റെ കുടുംബത്തിലെ ചില ആളുകളെ ഇയാൾക്ക് അറിയുകയും ചെയ്യാം. ആ പരമ്പരയിൽ ഇപ്പോ ഒരുപാട് കുടുംബങ്ങളൊന്നും ഇല്ല. ഒന്നോ രണ്ടോ കൂട്ടരുണ്ട്. ഒരു കൂട്ടര് ബാംഗ്ലൂരിലും മറ്റോ ആണ്. വേറൊരു കൂട്ടര് ചെങ്ങന്നൂരിനടുത്തുണ്ട്. പിന്നെ വലിയ തറവാടായതുകൊണ്ട് ശാഖകൾ പിരിഞ്ഞ് പല വഴിക്ക് പോയിട്ടുണ്ടാവും. നാഗപൂജകളുമായി ബന്ധമുള്ള കുട്ടി ഇരട്ടകളിൽ ഒരാളാ. അതാണ് ഗുരുജി പറഞ്ഞ ലക്ഷണം. കുലം ആ തിരുമേനിയുടേതും. തിരക്കി കണ്ടുപിടിക്കാൻ പറ്റുമോ തനിക്ക്? ഞാൻ ശ്രമിക്കാം. ആവശ്യം പറഞ്ഞപ്പോ കണ്ടുപിടിക്കാൻ പറ്റുമെന്നൊരു തോന്നലുണ്ട്. എങ്കിലൊന്ന് ശ്രമിക്കുക. കാര്യങ്ങൾ വളരെ രഹസ്യമായിരിക്കണം. അതിനെ കുറിച്ച് അമ്മ പേടിക്കണ്ട, ആള് വിശ്വസ്തനാ. ആ, എങ്കിലിവിടെ നിൽക്കൂ, ഞാൻ ഇപ്പൊ വരാം. അയ്യപ്പ, ചോദിച്ചറിയുന്ന കൂട്ടത്തില് ആ ബ്രാഹ്മണ കുടുംബത്തിന്റെ തകർച്ച മുതൽ ചോദിച്ചറിയണം. പിന്നെ തിരയുമ്പോ സമ്പന്നന്മാരെ മാത്രമായിട്ട് തിരയണ്ട. തറവാട്ടിൽ നിന്ന് ഇറങ്ങിയവരും ചിലപ്പോ പാവപ്പെട്ടവരും ആവാലോ. ഞാൻ നോക്കിയും കണ്ടുമൊക്കെ ചെയ്തോളൂ. ദാ, അയ്യപ്പൻ ഇത് വെച്ചോ. അയ്യോ, അതൊന്നും വേണ്ട. യാത്രയല്ലേ, ഇക്കാര്യത്തിന് വേണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും പോകേണ്ടി വന്ന ചെലവുണ്ടാവില്ലേ? ഞങ്ങൾ ഉദ്ദേശിക്കുന്ന ആ പെൺകുട്ടിയെ കണ്ടുപിടിച്ച് ഇവിടെ എത്തിക്കാമെങ്കിൽ ഇതല്ല, കൈ നിറച്ച് പൊന്നും പണവും തന്നെ തരാം. പൊന്നും പണവും ഒന്നും മോഹിച്ചിട്ടല്ല, നല്ലൊരു കാര്യത്തിന് വേണ്ടിയല്ലേ. എങ്ങനെയെങ്കിലും ഞാൻ തേടി പിടിക്കാം. എങ്കിൽ അയ്യപ്പൻ നടന്നോളൂ. ശരി അമ്മേ. ആ, അയാളുടെ ആത്മവിശ്വാസം കണ്ടിട്ട് തേടിപ്പിടിക്കുന്ന തന്നെയാ തോന്നുന്നത്. ആർത്തിയില്ലാത്തവനാ. ആ സംസാരം കേട്ടാൽ അറിയാം. അയാൾക്ക് ആ പെൺകുട്ടിയെ കണ്ടെത്താൻ പറ്റട്ടെ. ഏതവസ്ഥയിൽ ഉള്ളവളാണെങ്കിലും എത്ര പാവപ്പെട്ടവരായാലും കുഴപ്പമില്ല, അവളായിരിക്കും നവീന്റെ വധു. അതോടെ തീരട്ടെ എല്ലാ ശാപങ്ങളും. നമുക്ക് പ്രാർത്ഥിക്കാമേ, ഈശ്വരന്മാര് അയാൾക്ക് വഴികാട്ടട്ടെ. ഉണ്ണിമായേ, എന്താമേ? നീ ആ കടയിൽ പോയിട്ടേ കുറച്ച്